അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാതൊന്നും അറിയാത്തവരായി മാതാക്കളുടെ ഗർഭത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് അല്ലാഹുവാണ്. കേൾവിയും കാഴ്ചയും ബുദ്ധിയും അവൻ നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. മനുഷ്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന, എന്നാൽ രഹസ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ അത്ഭുതകരമായ ഒരു രഹസ്യമാണ് ഒരു ഭ്രൂണത്തിൻ്റെ മാറ്റങ്ങൾ. മനുഷ്യർ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നു, പക്ഷേ എപ്രകാരം അത് സംഭവിക്കുന്നുവെന്ന് അവർക്കറിയില്ല. ജീവൻ്റെ രഹസ്യങ്ങളിൽ ഒന്നാണ്. അന്ത്യസമയത്തിൻ്റെ നേരവും അള്ളാഹുവിൻ്റെ രഹസ്യത്തിൻ്റെ രൂപവും അറിഞ്ഞേ തീരൂ എന്ന് ശഠിക്കുന്ന ഈ മനുഷ്യൻ ഒരു ഘട്ടത്തിൽ സ്വന്തം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ യാതൊന്നും അറിയാതെ കിടന്നവനാണ്. എത്ര വലിയ അറിവുള്ള ആളും എത്ര മികച്ച ഗവേഷകനും സ്വന്തം മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ഒരു കൊച്ചു കാര്യം പോലും അറിയാതെയാണ് പുറത്തു വന്നത്. പിന്നീട് അവൻ സമ്പാദിച്ച അറിവും അത്രയും, അത് അറിവ് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു തആല കനിഞ്ഞു നൽകിയ കേൾവിയും കാഴ്ചയും ബുദ്ധിയും കൊണ്ട് അല്ലാഹു നിശ്ചയിച്ച അളവിൽ അവൻ്റെ അനുമതിയോടെ നേടിയതാണ്. ആ നിലക്ക് ഈ അനുഗ്രഹങ്ങൾക്ക് അത്രയും നിങ്ങൾ നന്ദിയുള്ളവരായേ മതിയാകൂ. ആദ്യത്തെ നന്ദി പ്രകടനം ഒരേ ഒരു ആരാധ്യനായ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നത് തന്നെ. അവർ എന്നും കാണുന്നതും എന്നാൽ നിരീക്ഷിക്കാതെ വിടുന്നതുമായ അള്ളാഹുവിൻ്റെ ശക്തിയുടെ അത്ഭുത പ്രകടനങ്ങളിലൊന്നാണ് അടുത്തതായി അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല മറ്റൊരു സൂറത്തിൽ പറയുന്നുണ്ട്, ഈ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്. മനുഷ്യൻ്റെ കേൾവി, കാഴ്ച, മനസ്സ്, ഹൃദയം, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.